സംഘർഷങ്ങളുടെ അത്രയും വേദനയാർന്ന വഴിക്കണ്ടുമായ ഒരു അച്ഛൻ പ്രിയപ്പെട്ട പുത്രനെയും ഒരു പൊന്നോമന പുത്രൻ അവന്റെ അച്ഛനെയും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് 19 100 മുകളിലാണ് മണിക്കൂറുകൾ. 5 നാൾ മുന്നേ പൊളിഞ്ഞു വീണ ഒരു മലക്കടിയിൽ എന്റെ പ്രിയപ്പെട്ട മകൻ ജീവനോടെ ഉണ്ടോ എന്ന് പോലും അറിയില്ലല്ലോ ദൈവമേ എന്നൊരു പെറ്റവയർ ആശങ്കപ്പെടുന്നെങ്കിൽ, ആ സംവിധാനത്തിൽ ഞങ്ങൾക്ക് വിശ്വാസനഷ്ടമാണ് എന്നൊരു കുടുംബം പറയുന്നുവെങ്കിൽ അത് പ്രത്യാശാനഷ്ടത്തിന്റെ നിരാശക്കുഴിയാണ്. ശരിയാണ്, ആ മാരക ദൃശ്യങ്ങൾ ഗംഗാവലി പുഴയോരത്തൊരു മാമലയുടെ ഭാഗമൊന്നാകെ ചെത്തി വീണ പോലെ ടൺ കണക്കിനാണ്. മണ്ണ് നീക്കി രക്ഷാപ്രവർത്തനം ദുഷ്കരമാണെന്ന് അറിയാമെങ്കിലും ആദ്യത്തെ 48 മണിക്കൂറുകൾ ആ സംവിധാനം കാണിച്ച അങ്ങേയറ്റത്തെ അനാസ്ഥ, പ്രാർത്ഥനയുടെ ഈ മണിക്കൂറുകളും പറയാതെ പോകുന്നത് എങ്ങനെയാണ്? ആഞ്ഞിടിഞ്ഞു വീണ മണ്ണിനടിയിൽ ഒരു വണ്ടി പോയെന്നും അതിന്റെ GPS ലൊക്കേഷൻ ഉണ്ടെന്നും അർജുന്റെ ഫോൺ ബെല്ലടിച്ചതാണെന്നും ആ ലോറിയുടെ മനാഫും ബന്ധുക്കളും വാവിട്ട് കരഞ്ഞതാണ് ആ ഗോൾഡൻ മണിക്കൂറുകളിൽ. അത് കേട്ടെന്ന് പോലും നടിക്കാതെ ഒരു FIR ഇടാതെ മണ്ണുമലയ്ക്ക് മുന്നിൽ 3.25 ഹിറ്റാച്ചിയുമായി കുഞ്ഞു കളിച്ചവരാണ്. ഇനിയും പൊതിഞ്ഞു പറയേണ്ടതല്ല, അത് പൊറുക്കാവതല്ല. ആ കോഴിക്കോട്ടെ ഒരു വീടിന്റെ വേദന നാടിന്റെ വേദനയാകുമ്പോഴാണ് രാഷ്ട്രീയ നേതൃത്വം ഇടപെട്ടപ്പോൾ മാത്രമാണ് ആ കല്ലിന് കാറ്റുപിടിച്ച സംവിധാനം അനക്കം വെച്ചത്. ഇന്നലെ ഉച്ചയ്ക്കാണ്. അപ്പോഴാ പ്രാണൻ മണ്ണിനടിയിൽപ്പെട്ട് മണിക്കൂറുകൾ